മുക്കിന്റെ കുരി എല്ലാം കൂടെ ഇങ്ങനെ കലക്കിയാണ് കാരാളി മുക്കിലെ താത്താക്ക് അല്ലാഹു കൊടുത്തത്. അതിങ്ങോട്ട് കിട്ടിയപ്പോഴോ നമ്മളെ ഒരുക്കം കാണണം. കണ്ടാൽ മഷിക്കണ്ണ് മിന്നുന്ന മൂക്ക്, കാണും ജനങ്ങളിൽ സന്തോഷവാക്ക്. പുലി വെളുത്തു പോയതുകൊണ്ട് കാരാളിമുക്കിലെ എല്ലാ സ്ത്രീകളെക്കാളും രാജാത്ത് ഞാനാണെന്ന് കരുതി പോരാ. മടയി പെണ്ണേ എടാ ജിമ്മിനി പോയൊരൽപ്പം മസിൽ വന്നപ്പോ ഞാനിവിടത്തെ മുഹമ്മദ് റോഷനാണെന്ന് പറഞ്ഞ് ബനിയന് വിട്ടുകൊണ്ട് റാഡോ വാച്ചും കെട്ടി ആഡിറ്റോറിയത്തിന്റെ മുന്നിൽ പൂവാരന്മാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന നെറികെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യമില്ലേ? ചന്ദ്രനാണോ സൂര്യനാണോ ലോകത്തുള്ള സകല സൗന്ദര്യത്തിന്റെയും ഉറവിടം മുത്ത് റസൂലിന്റെ സൗന്ദര്യത്തിൽ നിന്നാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ചുകൂടാ? സിനിമാ നടി നടന്മാരെയൊക്കെ നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കണ്ട് കയ്യൊക്കെ അടിച്ച് ഭയങ്കര പടോടെ എന്നൊക്കെ പറയും. എത്രയോ സഹോദരിമാരിന്ന് ആ സൗന്ദര്യ പ്രമം വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്ക്, കളങ്കമില്ലാത്ത സൗന്ദര്യമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർക്കൊരു സൗന്ദര്യം കിട്ടും, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർക്കൊരു സൗന്ദര്യം കിട്ടും. ആ സൗന്ദര്യമല്ലേ ഫാത്തിമത്തു ബിൽഅത്തു മിന്നീ, എന്റെ കരളിന്റെ ഘടനമാണ് ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. സ്നേഹം കൊണ്ട് കിട്ടിയ സൗന്ദര്യമില്ലേ? അടിയാർ നിങ്ങൾക്ക് കിട്ടിയ സൗന്ദര്യമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗന്ദര്യമോ? റബിയ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗന്ദര്യമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗന്ദര്യമോ? അതല്ല, മുത്തുനബിയുടെ മുമ്പിൽ നിന്ന് കിട്ടിയതല്ലേ? എത്രയോ ജനങ്ങളുണ്ടെന്നറിയോ റൗളാ ശരീഫിന്റെ മുന്നിലൊന്ന് പോകാൻ പറ്റിയിട്ടുണ്ടോ? കാശുണ്ടായ തർക്കമില്ല മുസ്ലിമേ. വലിയ വലിയ കൊട്ടാരം വെച്ച് മോളക്കെട്ടിച്ച് യത്തീംഖാനയ്ക്ക് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കഅബാലയത്തിലൊന്ന് ചെല്ലാൻ നിനക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയില്ലേ, വെള്ളൊരു പ്രാവുകൾ സ്വലാത്ത് ചൊല്ലി പാറി പറക്കുന്ന റൗളയുടെ മുന്നിൽ പോയിട്ട് ഹൃദയം വെട്ടാ എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നമുക്ക് ഭാഗ്യം അല്ലാഹു തരൂല്ലേ? സലാത്ത് ചൊല്ല്, സലാത്ത് ചൊല്ല്. പാവപ്പെട്ടവൻ സദഖൂലയിൽ കഴിയുന്നവർ, മൺവെട്ടിയും കൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നവർ സലാത്ത് ചൊല്ല്, സലാത്ത് ചൊല്ല്. റൗളയുടെ മുന്നിലെത്തിയ ചരിത്രമുണ്ടല്ലോ പഠിക്കാൻ. പോയവരുടെ ഹൃദയം പൊട്ടിപ്പോകും. ഞാൻ പറയാ, ചെറുപ്പക്കാരൊന്നും വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കണ്ട. എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. യുവത്വത്തിൽ പോണം, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ പോണം. മുത്തുനബിയുടെ മുമ്പ് അഭിമാനത്തോടെ ചെന്നിട്ട് പറയണം, എന്റെ ആരോഗ്യം ഞാൻ ദുനിയാവിന് വേണ്ടി കൊടുക്കണില്ല നബിയെ. അവിടത്തെയുടെ മുന്നിലെത്താ സമ്പത്തും സമയവും ചിലവഴിച്ച് ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറയാൻ കഴിയണം, പറയാൻ കഴിയണം. ഒരുപാട് യുവത്വത്തിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വ്യക്തിത്വമല്ലേ ആ കിടക്കുന്നത്. പറയാൻ കഴിയണം, നമുക്കിവിടെ എത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സൗന്ദര്യം അങ്ങനെയാണ്, സൗന്ദര്യം ഇങ്ങനെയാണ്. അതുപോലെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്ക് വേണ്ടിയാണ് ലോകത്ത് മനുഷ്യൻ ഏറ്റവും അധികം കാശ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. കള്ളിനും കഞ്ചാവിനും വേണ്ടിയിട്ടൊന്നുമല്ല, സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. സ്നേഹിക്കുന്നതിന് സൗന്ദര്യം നിങ്ങൾക്ക് കാരണമാണെങ്കിൽ റസൂലിനെ പോലെ സൗന്ദര്യം ലോകത്ത് ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല, കിടന്നിട്ടില്ല. നല്ലോരെ സ്നേഹിക്കും. ഒരു സഹോദരൻ പറഞ്ഞതാ, എന്തൊരു സ്നേഹമെന്നറിയോ? ഞാൻ ഏറ്റവും അധികം മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടിക്ക് നല്ല ഗ്ലാമർ ആയതുകൊണ്ടാണ്. ധൈര്യമുണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ ധൈര്യം നമുക്ക് കാണാം. ധൈര്യമുള്ളവരെയല്ലേ ജനങ്ങൾ ഇഷ്ടപ്പെടൂ, ധൈര്യമില്ലാത്തവർ ഇഷ്ടപ്പെടൂല. വില്ലന്മാരെടുത്തിട്ട് ഇടിക്കുന്ന നടന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവൂല. വില്ലന്മാരിങ്ങോട്ട് വന്ന് ഇടിച്ച് പഞ്ചറാക്കുന്ന നടൻ ആരെങ്കിലും ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കും. ഉണ്ടാക്കിയാൽ അവരെ എപ്പോഴും ഉളംപാറ കൊണ്ടുപോകും. മറ്റാ ഒരു വിളി കേട്ടു, ഒരു നിലവിളി കേട്ടു, ഒരു ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ നീ എവിടെ നിന്നോ ലൈറ്റ് ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞ് ചാടി ഇറങ്ങി ആണ് അപ്പിടാന്നൊക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ അടിച്ച് നോക്കിയിട്ട് വാതിലങ്ങോട്ട് അടച്ച് ധൈര്യമായിട്ട് കയറി വന്ന് കിടന്നുറങ്ങുമ്പോൾ ആ നെഞ്ചത്ത് ചാരിക്കിടക്കുന്ന ഭാര്യയ്ക്ക് സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക്, ഞാൻ ഒന്നും പേടിക്കുന്നില്ല. ധൈര്യശാലിയല്ലേ. വെറുതെ ധൈര്യവാനായിട്ട് നടിച്ചാ പോരാ, പല്ലി വീഴുമ്പോ ചത്തുപോകും. ധൈര്യവാനായിട്ട് നടിക്കരുത്, ധൈര്യം ഉണ്ടാക്കണം നമ്മൾ. ധൈര്യം എന്തുകൊണ്ടുണ്ടാവൂല? ഈമാനുള്ളവർക്ക് ധൈര്യം ഉണ്ടാവുമല്ലോ. പലസ്തീനിന്റെ ഇന്തിഫാദയുടെ മക്കൾ, 8 വയസ്സുള്ള പിഞ്ചോമന മക്കൾ, കാരാളുമുഖലെ 8 വയസ്സുള്ളവന് ഒട്ടുപോലും നടക്കാൻ വരെ അറിയില്ലല്ലോ. പലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കൾ കല്ലുകൾ, കരിങ്കൽ ചീലുകൾ പലസ്തീനിന്റെ മണ്ണിൽ നിന്ന് പിറക്കിയെടുത്തിട്ട് തെൻകടക്കിന് വിലപിടിപ്പുള്ള അമേരിക്കൻ യാങ്കിപ്പടകളുടെ ഉപകരണത്തിന് നേരെ, പീരങ്കികൾക്ക് നേരെ
കല്ലെറിയാൻ വേണ്ടി ഓങ്ങുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ പവർ പോലും മറന്നുകൊണ്ട് അത് കളഞ്ഞിട്ട് അമേരിക്കൻ പടക്കാർ ഓടിപ്പോയത് എന്തുകൊണ്ടെന്നറിയോ? ആ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന വെറും ഒരു കറുത്ത കൽച്ചീള് കണ്ടിട്ടല്ല, പിന്നെയോ ഈമാനിന്റെ ഒരു ഭയമുണ്ടല്ലോ. ഇന്തിപ്പാറയുടെ 8 വയസ്സുള്ള മക്കളുടെ കണ്ണിൽ നിന്ന് തീപ്പരി പോലെ പാറി വന്നുകൊണ്ടിരുന്ന ഈമാനിന്റെ പവറുണ്ടല്ലോ, അത് കണ്ട് ഭയന്ന് വിറച്ചതുകൊണ്ടാ. അതുകൊണ്ട് ആ ഭയം അല്ലാഹുവിന്റെ റസൂലിന് തീരെയില്ല. അല്ലാഹുവിന്റെ ഹബീബിന് മനസ്സ് വല്ലാത്ത ധൈര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് വലിയ ധൈര്യശാലിയാണ്. ആർക്കും എപ്പോഴും കടന്നതല്ല. ഏത് പാതിരാത്രിയിലും എവിടെയും പോകാം. അല്ലാഹുവിന്റെ റസൂലിന് ഭയമില്ല. പിന്നെയോ റസൂലുള്ളാഹിയെ സ്നേഹിച്ചു നോക്ക്. സ്നേഹം നമുക്ക് ഇൻഷാ അല്ലാഹ് ആ സ്നേഹത്തിന്റെ ഇരട്ടി തിരിച്ചു കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഞാനോ നിങ്ങളോ നമ്മുടെ ഹബീബിനെ സ്നേഹിച്ചാൽ, അല്ലമേ സാംസ്കാരിക സമിതിയുടെ പിഞ്ചോമന മക്കൾ ഒരു ടിന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. മീൻ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവ് 50 രൂപ തന്നിട്ട് പോവാൻ, മീൻ വാങ്ങി ബാക്കി 5 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മീൻ കഴിക്കുന്നു, റസൂലുള്ളാഹിയുടെ മീൻ ഒരു 5 രൂപ ടിന്നിനകത്തിടുക. സ്നേഹം തിരിച്ചാ സ്നേഹം നിനക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ ഇടണ്ട, കിട്ടും. അങ്ങനെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയൂ. ഏറ്റവും അധികം മുത്തുനബിയെ സ്നേഹിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ സ്നേഹം നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. അവരുടെ സ്നേഹത്തിന് വിശദീകരണമില്ല. അള്ളാഹുവിന്റെ ഹബീബിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സഫറുമാസം അള്ളാഹുവിന്റെ റസൂലിന് പനി ബാധിച്ചപ്പോൾ, ശരീരം ചൂടുകൊണ്ട് വിറങ്ങലിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. എങ്കിലും മുത്ത് റസൂല് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ പോകണം. അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ സഹാബികൾ പറഞ്ഞു, നബിയേ, അവിടത്തേക്ക് പള്ളിയിലേക്ക് നടന്നു വരാൻ പറ്റുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് നടക്കാൻ വേണ്ടി എഴുന്നേറ്റ് കാലം മുമ്പോട്ട് വെക്കുമ്പോ തളർന്നുപോയി മറഞ്ഞു വീണു. എവിടെ അബൂബക്കർ? എവിടെ അബൂബക്കർ? അബൂബക്കർ എവിടെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ പോയി ഇമാമത്ത് നിൽക്കണം അബൂബക്കറെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. അയിന ഉമർ? ഉമർ എവിടെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമറേ, എന്നെ റസൂലുള്ള ഏൽപ്പിച്ച ഒരു പണി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാമത്ത് മേഖലാണ്. അല്ലാഹുവിന്റെ റസൂൽ ചവിട്ടിയ സ്ഥലത്ത് എങ്ങനെ ഞാൻ പോയി ചവിട്ടും ഉമറേ? അതിൽ ഈ പാവപ്പെട്ട അബൂബക്കറിനെ കൊണ്ട് കഴിയൂല ഉമറേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ എന്നോട് പറയല്ലേ, റസൂലുള്ളാഹിയുടെ ഈ ഒരു അവസരം കണ്ടിട്ട് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് അലഞ്ഞു തിരിയുന്നവനാണ് ഈ പാവപ്പെട്ട ഉമർ. എന്റെ ഹബീബ് കിടക്കുന്ന കണ്ടോ, പനി പിടിച്ച് കാകിടിയാതെ റസൂൽ കിടക്കുന്ന കണ്ടോ? ആ റസൂൽ നിന്ന സ്ഥലത്ത് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് അബൂബക്കറെ എന്നോട് പറയില്ലേ